ആനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC പദ്ധതി കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഉണ്ടെങ്കിലും ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത് പ്രാവർത്തികമാക്കാനുള്ള പോരായ്മകൾ അതൊക്കെ വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അപ്പോഴാണ് പുതിയ പോർട്ടബിൾ ABC അല്ലെങ്കിൽ മൊബൈൽ ABC എന്നൊരു പുതിയ പദ്ധതിയുമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. നോക്കാം അത് ഏത് രീതിയിലായിരിക്കും ഇവിടെ പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലുണ്ടായ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാം. 2020 തൊട്ട് നമുക്ക് അത് വിശദമായി ഒന്ന് പരിശോധിക്കാം. 2020 കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റത് 1,60,483 പേർക്കാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കുന്നു. പേവിഷബാധയേറ്റ് 5 മരണങ്ങളും ആ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. ഇനി 2021 എത്തിയാൽ കടിയേറ്റവരുടെ എണ്ണം നോക്കുക. അത് അവിടെ നിന്നും കൂടി 2,21,379 അത് അവിടെ ഉയർന്നിട്ടുണ്ട്. ആ വർഷം 11 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത വർഷം 2022 വീണ്ടും കടിയേറ്റവരുടെ എണ്ണം അവിടെ വീണ്ടും വർദ്ധിക്കുന്നു. 2,88,866 പേർ അവർക്ക് കടിയേറ്റു. മരണം 27 ആ വർഷം മാറിയിട്ടുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പേവിഷബാധ മരണങ്ങളുണ്ടായത് 2022 എന്ന് വ്യക്തമാണ്. 27 പേരാണ് ആ വർഷം മാത്രം പേവിഷബാധയേറ്റ് മരിച്ചത്. ഇനി 2023 വന്നാൽ കടിയേറ്റവരുടെ എണ്ണം വീണ്ടും ലക്ഷം കടക്കുന്നത് 3,06,427 വർദ്ധിക്കുന്നു അവിടെ എന്ന് നമുക്ക് കാണാം. മരണം 25 ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2024 കഴിഞ്ഞ വർഷം കടിയേറ്റവരുടെ എണ്ണം വീണ്ടും കൂടുന്നു. 3,16,793 കൂടുന്നു. മരണം 26 ഉയർന്നിട്ടുണ്ട്. ഇനി ഈ വർഷം ഈ രീതിയിൽ ഓരോ മാസവും ഓരോ ദിവസവും പുതിയ കണക്കുകൾ വരുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ABC പോർട്ടബിൾ ABC എന്ന പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്.